സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന ഇരിഞ്ഞാലക്കുടയിലെ LDF സ്ഥാനാർത്ഥി R ബിന്ദു. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ ആത്മവിശ്വാസം നൽകുന്നുവെന്നും R ബിന്ദു. UDF-നെ കുറ്റം പറയുന്ന LDF നേതാക്കൾ സ്വന്തം മുന്നണിയിലേക്ക് തിരിഞ്ഞു നോക്കണമെന്ന UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ. കാലടി പ്ലാന്റേഷൻ അയ്യമ്പുഴ എണ്ണപ്പനത്തോട്ടത്തിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുവനം പൂരം വെള്ളിയാഴ്ച ആഘോഷിക്കും. മേളാസ്വാദകരുടെ മനം നിറയ്ക്കാൻ പെരുവനം നടയിൽ പഞ്ചമാധുര്യമൊഴുകും. നടനും സംവിധായകനുമായ EA രാജേന്ദ്രനെ കലാലോകത്തിന്റെ അന്ത്യാഞ്ജലി. വിടവാങ്ങിയത് നാടകരംഗത്തെ സജീവ പ്രവർത്തകൻ. സംസ്കാരം വെള്ളിയാഴ്ച ജന്മനാടായ തൃത്തല്ലൂരിൽ. ചിരാച്ചിയിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച് 8 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഇരിഞ്ഞാലക്കുടയിലെ LDF സ്ഥാനാർത്ഥി R ബിന്ദു പറഞ്ഞു. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളാണ് തനിക്ക് ആത്മവിശ്വാസം നൽകുന്നത് എന്നും അവർ TCVയോട് പ്രതികരിച്ചു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ R ബിന്ദു നമ്മോടൊപ്പം ചേരുന്നു. പ്രചരണത്തിന്റെ തിരക്കിലാണവർ. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? വളരെ അനുകൂലമായ സ്ഥിതിയാണുള്ളത്. എല്ലാവരും നല്ല പിന്തുണ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനം എത്തിക്കാൻ കഴിഞ്ഞതാണ് വലിയ നേട്ടമായിട്ട് കരുതുന്നത്. ഈ സംസ്ഥാന സർക്കാരിൽ പങ്കാളിയായിരുന്ന ഒരാൾ മത്സരിക്കുകയാണ്. സ്വാഭാവികമായിട്ടൊരു ഭരണവിരുദ്ധ വികാരത്തെ ഭയക്കുന്നുണ്ടോ? തീർച്ചയായും ഒട്ടുമില്ല. കാരണം ഭരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിതത്തിൽ ക്ഷേമം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭരണമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം വളരെ സുസ്ഥിരമായ നിലയിൽ തന്നെ നമ്മൾ ലക്ഷ്യം വെച്ച എല്ലാ വികസന പദ്ധതികളും ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ട് പ്രകടന പത്രികയിൽ അക്കമിട്ട് പറഞ്ഞ എല്ലാം പൂർത്തീകരിച്ച് പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധീകരിച്ച ഒരു ഗവൺമെൻറ്റാണിത്. അതിനുവേണ്ടി വലിയ കഠിനാധ്വാനം ചെയ്തു തന്നെ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളിലാണ് UDF പ്രധാനമായിട്ടും കണ്ണുവയ്ക്കുന്നത്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ പഞ്ചായത്ത് പ്രദേശങ്ങളും LDF ആണ് ജയിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട നഗരസഭാ പ്രദേശത്താകട്ടെ UDF ജയിച്ചുവെങ്കിൽ പോലും പല വാർഡുകളും LDF-ന് നഷ്ടപ്പെട്ടത് വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ്. വളരെ പ്രകടമായ മാറ്റം വോട്ടർമാർക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഇരിങ്ങാലക്കുട നഗരസഭയിലെ റിസൾട്ട് തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ വിജയാശംസകൾ നേരുന്നു. UDF-ൽ ഒരു അസ്വാരസ്യങ്ങളും ഇല്ലെന്ന് ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ. UDF-നെ കുറ്റം പറയുന്ന LDF നേതാക്കൾ സ്വന്തം മുന്നണിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. താൻ MLA ആയിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇരിഞ്ഞാലക്കുടയെ രാജ്യം ശ്രദ്ധിക്കുന്ന നിയമസഭാ മണ്ഡലമാക്കി മാറ്റിയത് ജനങ്ങൾ മറക്കില്ലെന്നും തോമസ് ഉണ്ണിയാടൻ TCVയോട് പ്രതികരിച്ചു. ഇരിങ്ങാലക്കുടയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഉണ്ണിയാടനാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് നമ്മളുള്ളത്. ഓഫീസ് വളരെ സജീവമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കിലാണ് അദ്ദേഹം. ഒരല്പം ഇടവേളയ്ക്ക് വേണ്ടി ഇവിടേക്ക് എത്തിയതാണ്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? നന്നായി പോകുന്നു. പൊതുവെ ആളുകളുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെ? പൊതുവെ ആളുകളിൽ നല്ല ആവേശകരമായ പ്രതികരണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും ഒരു ചടിൽ കുറത്ത പൂമാല കണക്കെ ഒന്നിച്ചൊറ്റക്കെട്ടായി വളരെ ആത്മവിശ്വാസത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ആ നിലയിൽ കാണാൻ കഴിയുന്നത്. എന്തൊക്കെ ഘടകങ്ങൾ താങ്കളെ തുണയ്ക്കുമെന്നാണ് കരുതുന്നത്? എന്നെ തുണയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമൊന്നും ഐക്യജനാധിപത്യ മുന്നണി തന്നെയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ വരുത്താൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് കേട്ടല്ലോ നമ്മുടെ 5 പ്രഖ്യാപനങ്ങളൊക്കെ എത്രയോ മനോഹരമായ പ്രഖ്യാപനങ്ങളാണ്.
വികസന നേട്ടങ്ങളുടെ വലിയൊരു പട്ടിക നിരത്തി LDF ഇവിടെ വോട്ട് നേടുന്നു. അതിനെങ്ങനെയാണ് UDF പ്രതിരോധം? ഒരു എന്ത് വികസനമാണ് ഇവർക്ക് പറയാനുള്ളത്? ഞാൻ തുടങ്ങി വെച്ചതും ഞാൻ കൊണ്ടുപോകുന്നതുമായിട്ട് വികസന പദ്ധതികൾ പലതും പൂർത്തീകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്താണ് വികസനം? ഒരേതെങ്കിലും ഒരു തക്കതായൊരു വികസനം എടുത്തു കാണിക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ് 10 വർഷമായിട്ട് കഴിയുന്നുണ്ട്. വെറുതെ വാചകമടിയല്ലാതെ വല്ലതും കഴിയുമോ? ഈ മുന്നണിക്കുള്ളിൽ തുടക്കത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് ഇപ്പോൾ എങ്ങനെയാണ് മുന്നണി സംവിധാനം മുന്നോട്ട് പോകുന്നത്? മുന്നണി സംവിധാനത്തിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒരു പ്രശ്നമില്ല എന്നുള്ളത് ആണ് നമ്മൾ കാണേണ്ടത്. സുതാര്യമായി ഐക്യത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാതലായിട്ടുള്ള പ്രശ്നം എന്ന് പറയാൻ എന്താ ഉള്ളത്? കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം CPM നേതാക്കന്മാർ G. സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ നിലയിൽ പ്രശ്നങ്ങളുമായി CPM മുന്നോട്ട് പോകുമ്പോൾ വലിയ ആനമന്തമുള്ള ആൾ ഉണ്ണിമന്തനെക്കുറിച്ച് കുറ്റം പറയുന്നത് പോലെയല്ലേ ഐക്യജനാധിപത്യ മുന്നണിയെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങളുടെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിശക്തമായി മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവിധ ആശംസകളും. 2011 രൂപം കൊണ്ടതിന് ശേഷം ഇടതുമുന്നണിയെ മാത്രം തുണച്ചിട്ടുള്ള മണ്ഡലമാണ് പുതുക്കാട്. മണ്ഡലത്തിൽ ഇത്തവണ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. പഴയ കൊടകരയാണ് രൂപം മാറി പുതുക്കാടായത്. 2011 ഇന്നത്തെ പുതുക്കാട് മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ CPM പ്രതിനിധി പ്രൊഫസർ C. രവീന്ദ്രനാഥ് നിയമസഭയിലെത്തി. 2016 രവീന്ദ്രനാഥിനൊപ്പം പുതുക്കാട് നിലയുറപ്പിച്ചു. 2021 KK രാമചന്ദ്രനിലൂടെ മണ്ഡലം വീണ്ടും ചുവന്നു. ഇത്തവണയും KK രാമചന്ദ്രൻ തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥി. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ജനങ്ങൾക്കിടയിൽ അവരിൽ ഒരാളായി നിലകൊണ്ടതിന്റെ സ്നേഹം വോട്ടായി മാറുമെന്നും KK രാമചന്ദ്രൻ പറയുന്നു. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ രാഷ്ട്രീയ പിൻബലമുള്ള ഒരു മണ്ഡലമാണത്. 1. 2, ഇവിടെ വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ML എന്ന നിലയ്ക്ക് എൻ്റെ സാന്നിധ്യവും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയുടെ സാന്നിധ്യവും ഏത് ഘട്ടത്തിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏത് ഘട്ടത്തിലും ഞങ്ങളെല്ലാവരും ഉണ്ടായിട്ടുണ്ട്. കൊടകരയുടെയും പുതുക്കാടിന്റെയും രാഷ്ട്രീയ ചരിത്രത്തിൽ 40 വർഷത്തിന് ശേഷമാണ് മണ്ഡലത്തിനകത്ത് നിന്ന് ഒരാൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പുതുക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ചെങ്ങാലൂർ സ്വദേശിയുമായ KM ബാബുരാജാണ് UDF സ്ഥാനാർത്ഥി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധിയിൽ മണ്ഡലത്തിലെ ജനമനസ് വായിച്ചെടുക്കാമെന്ന് ബാബുരാജ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 8 പഞ്ചായത്തുകളാണ് ഈ നിയോജകമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ കേവലം 3 പഞ്ചായത്തുകളിൽ മാത്രമാണ് നാമമാത്രമായ ഭൂരിപക്ഷത്തിൽ LDF ഭരിക്കുന്നത്. ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തുകളും UDFിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികളാണ് ഭരണം നടത്തുന്നത്. BJP എറണാകുളം മേഖലാ അധ്യക്ഷൻ A. നാഗേഷാണ് NDA സ്ഥാനാർത്ഥി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്കായി കളത്തിലിറങ്ങിയ നാഗേഷിന് മണ്ഡലത്തിൽ വിപുലമായ വ്യക്തിബന്ധങ്ങളുണ്ട്. തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് പുതുക്കാട് നിന്നായിരുന്നു. അടിത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനം വളരെ സിസ്റ്റമായി തന്നെ നടപ്പാക്കിയിട്ടുള്ളത് കൊണ്ട് വളരെയധികം 2 മുന്നണികളെ ഒപ്പത്തിന് എത്താൻ ഞങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസം നൽകുന്നതാണ്. പിടിച്ചെടുക്കാനും നിലനിർത്താനുമുള്ള ജീവൻ മരണ പോരാട്ടമാണ് പുതുക്കാട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവേശച്ചൂടിൽ തിളയ്ക്കുകയാണ് മണ്ഡലം. പുതുക്കാട് പുതുപ്രതീക്ഷകളുടെ വിജയസ്വപ്നങ്ങൾ നെയ്യുകയാണ് UDF. അത്ഭുതത്തിനായി കാത്തിരിക്കുക എന്നാണ് BJP നേതൃത്വം പറയുന്നത്. എന്നാൽ മണ്ഡലത്തിന്റെ ഇടതു മനസ്സിന് ഒരു ചാഞ്ചല്യവുമില്ലെന്ന് LDFും ഉറപ്പിക്കുന്നു. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. കാലടി പ്ലാന്റേഷന്റെ അയ്യമ്പുഴ എണ്ണപ്പനത്തോട്ടത്തിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. അവശനിലയിലായ കുറ്റിയിൽ അനിൽകുമാറിന്റെ ഭാര്യ ഷീബയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും PV ഷാജിയെ വെറ്റിലപ്പാറ ഹെൽത്ത് സെന്ററിലും പ്രവേശിപ്പിച്ചു. നിസാര പരിക്കേറ്റ 3 പേരെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി വിട്ടയച്ചു. എണ്ണപ്പനയുടെ കുരുക്കൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പനയുടെ മുകളിലുണ്ടായിരുന്ന തേനീച്ചകൂട് ഇളകി കൂട്ടമായി എത്തി ആളുകളെ ആക്രമിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു. പെരുവനം പൂരം വെള്ളിയാഴ്ച ആഘോഷിക്കും. വൈകിട്ട് 4-ന് 5 ആനകളും പഞ്ചാരിമേളവുമായി കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പോടെ തുടക്കമാകും. 6:30 ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് പെരുവനം മഹാദേവ ക്ഷേത്രത്തിന്റെ തെക്കേനടയിൽ 7 ആനകളുമായി അണിനിരക്കും. തുടർന്ന് പാണ്ടിമേളം ആരംഭിക്കും. 7:00 തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനോടൊപ്പം 7 ആനകളുടെ അകമ്പടിയോടെ ചാത്തക്കുളം ശാസ്താവിന്റെ പൂരം തുടങ്ങും. രാത്രി 11-ന് ആറാട്ടുപുഴ, കല്ലേലി, മേടംകുളങ്ങര ശാസ്താ ക്ഷേത്രങ്ങളിലെ ഒരുമിച്ചുള്ള എഴുന്നള്ളിപ്പ് പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിക്കും. രാത്രി 11-ന് തൊടുകുളം ഭാഗത്തു നിന്നുള്ള 7 ആനകളുടെ അകമ്പടിയോടെ ഊരകത്തമ്മയും ചാത്തക്കുളം ശാസ്താവും ഒന്നിച്ചുള്ള പൂരം എത്തിച്ചേരും. ആറാട്ടുപുഴ ദേവസംഗമത്തിന്റെ ഭാഗമായി തൃപ്രയാർ തേവർ കാട്ടൂർ പൂരത്തിന് എഴുന്നള്ളി. തേവരെ വഴിനീളെ നിറപറയും നിലവിളക്കും വെച്ച് ഭക്തർ സ്വീകരിച്ചാനയിച്ചു. വൈകിട്ടത്തെ നിയമവെടി എടത്തിരുത്തി പാടത്ത് നടത്തി കാട്ടൂർ പൂരം കഴിഞ്ഞ് പുലർച്ചെ തിരിച്ചെത്തിയ തേവർ
ബ്ലാഹയിൽ ആറാട്ടിന് ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. കുറുക്കൻകുളത്തിൽ ആറാട്ട് നടത്തുകയും ചെയ്തു. ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ചുള്ള തൃപ്രയാർ കിഴക്കേ നടക്കൽ പൂരം ശനിയാഴ്ച ആഘോഷിക്കും. ക്ഷേത്രത്തിൽ നിന്നും സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടന്ന് കിഴക്കേ നടയിലേക്ക് എത്തിച്ചേരുന്ന തേവർക്ക് മണ്ഡപത്തിൽ ഇറക്കിപ്പൂജ നടത്തും. ചോറ്റാനിക്കര വിജയന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യം അകമ്പടിയാകും. തുടർന്ന് ഊരാളന്മാരുടെ മനകളിലേക്ക് പുറപ്പെടും. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് തിരിച്ചുവരുന്ന തേവർക്ക് ഈ വർഷം മുതൽ കിഴക്കേ നടക്കൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികളായ വിനോദ് നെടുവത്തേരി, സി പ്രേംകുമാർ, ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ്, UP കൃഷ്ണനുണ്ണി, സജൻ മേനോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ കൊല്ലം പട്ടത്താനത്തെ വീട്ടിലായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിലെ തറവാട്ട് വീട്ടുവളപ്പിൽ നടക്കും. കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിലെടുത്ത ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ രാജേന്ദ്രൻ ക്യാരക്ടർ റോളുകളിലും വില്ലൻ റോളുകളിലും അഭിനയിച്ചു. നാടകം, സിനിമ എന്നിവയോടൊപ്പം ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു. പ്രശസ്ത നാടക പ്രവർത്തകരായ O മാധവന്റെയും വിജയകുമാരിയുടെയും മകളായ സന്ധ്യയാണ് രാജേന്ദ്രന്റെ ഭാര്യ. മകൻ ദിവ്യദർശൻ അഭിനയത്തിൽ സജീവമാണ്. നടനും MLAയുമായ M മുകേഷിന്റെ സഹോദരി ഭർത്താവാണ് രാജേന്ദ്രൻ. ചീരാച്ചിയിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ച് 8 പേർക്ക് പരിക്കേറ്റു. ബസ് യാത്രക്കാരായ 6 പേർക്കും കാർ യാത്രക്കാരായ ദമ്പതികൾക്കുമാണ് പരിക്കേറ്റത്. ബസ് കണ്ടക്ടർ അനീഷ, യാത്രക്കാരായ നന്ദിക്കര സ്വദേശിനി വിജയ, ഓമന കുണ്ടായി സ്വദേശിനി ലിസി, മാള സ്വദേശിനികളായ രമണി, ജമിനി, കാർ യാത്രക്കാരായ കുരിയച്ചിറ സ്വദേശി അഞ്ചേരി വീട്ടിൽ ജെയിംസ്, ഭാര്യ പ്രിൻസി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ സൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ ഒല്ലൂർ റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുത പോസ്റ്റിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. തെക്കേപ്പുറം സ്വദേശി ജിതിനാണ് പരിക്കേറ്റത്. കുന്നംകുളം ഗേൾസ് സ്കൂളിന് സമീപമായിരുന്നു അപകടം. മറ്റൊരു വാഹനത്തിൽ ഇടിക്കാതിരിക്കുന്നതിനു വേണ്ടി വെട്ടിച്ച ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് സമീപത്തെ വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. സ്വകാര്യ ബസ്സിടിച്ച് പച്ചക്കറിയുമായി വന്ന പെട്ടി ഓട്ടോറിക്ഷ റോഡരികിലേക്ക് മറഞ്ഞു. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി മേലെ വെട്ടിക്കാട്ടിരി ഇറക്കത്തായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ ഇതേ ദിശയിൽ നിന്നും വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. മണലൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ 10 ഗ്യാരണ്ടികൾ 10 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി മണലൂരിന് മാനിഫെസ്റ്റോയും പുറത്തിറക്കിയിട്ടുണ്ട്. ഇവ രണ്ടും വെറും പ്രഖ്യാപനങ്ങളല്ലെന്നും ഹൃദയം തൊട്ടുള്ള ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണലൂർ നിയോജകമണ്ഡലത്തിലെ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത് മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി. നിയോജകമണ്ഡലത്തിലെ വ്യത്യസ്ത മേഖലകളിലുള്ള ജനവിഭാഗങ്ങൾ, ജനപ്രതിനിധികൾ, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ എന്നിവരുമായി നടത്തിയ ആശയവിനിമയത്തിലൂടെയാണ് 10 ഗ്യാരണ്ടികൾ തയ്യാറാക്കിയത്. കാർഷിക മേഖലയ്ക്കും ടൂറിസം വികസനത്തിനും വ്യവസായത്തിനും മാനിഫെസ്റ്റോയിൽ മുൻഗണന നൽകിയിട്ടുണ്ടെന്നും TN പ്രതാപൻ പറഞ്ഞു. UDF നേതാക്കളായ അസ്കർ അലി തങ്ങൾ, KK ബാബു, ജിയോ ഫോക്സ്, CJ സ്റ്റാൻലി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു.
കേരള രാഷ്ട്രീയത്തിൽ NDA നിർണായക ശക്തിയായി മാറിയെന്ന് 2020 ചെയർമാൻ സാബു M. ജേക്കബ് പറഞ്ഞു. ചാലക്കുടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF, UDF എന്ന രാഷ്ട്രീയ ഘടകം മാത്രമായിരുന്നു കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. പുതുതായി 6 പാർട്ടികൾ കൂടിച്ചേർന്നപ്പോൾ NDAയും വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ കൂടി എത്തണമെങ്കിൽ NDA മുന്നണി അധികാരത്തിൽ വരണം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് സാബു M. ജേക്കബ് ചൂണ്ടിക്കാട്ടി. സ്ഥാനാർത്ഥി ചാർലി പോൾ, BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UDF എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സ്ഥാനാർത്ഥി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി എരുമപ്പെട്ടിയിൽ പര്യടനം നടത്തി. ഖാദി ഭവനിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഓട്ടോ ടാക്സി തൊഴിലാളികളോടും വോട്ടഭ്യർത്ഥന നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ NK കബീർ, TK ദേവസി, KR രാധിക, MK ജോസ്, MC ഐജു തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ചാലക്കുടി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കൊടകരയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, വിനയൻ തൊട്ടാപ്പിള്ളി, VR രഞ്ജിത്ത്, ജസ്റ്റിൻ പൊന്മനിശ്ശേരി, പ്രണീല ഗിരീശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ ചാഴൂർ, പാറളം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. ചാഴൂർ പഞ്ചായത്തിലെ ചെറുകനാൽ ഭാഗത്തു നിന്നും ആരംഭിച്ച പര്യടനം ചേനം സെന്ററിൽ സമാപിച്ചു. നേതാക്കളായ ശ്രീരാജ്, സജീവൻ ഞാറ്റുവെട്ടി, രജിത്ത് രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂരിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ചൂടുപിടിക്കുന്നു. ഒല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാജൻ പൊങ്ങണംകാട്, മാറ്റാമ്പുറം, താണിക്കും, മാടക്കത്തറ, താണിക്കുടം, മാടക്കത്തറ, ചിറക്കേക്കോട്, പാണ്ടിപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് വീട് വീടാന്തരം കയറിയാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത് മാടക്കത്തറ പഞ്ചായത്തിലെ ആൽത്തറ, ചിറക്കേക്കോട്, പാണ്ടിപ്പറമ്പ് പ്രദേശങ്ങളിലാണ് പര്യടനം നടത്തിയത്. NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് മണ്ണുത്തി, ചിറക്കേക്കോട് എന്നിവിടങ്ങളിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ഇരിഞ്ഞാലക്കുടയുടെ ചിരി വെള്ളിത്തിരയിൽ നിന്ന് മാഞ്ഞിട്ട് 3 വർഷം പൂർത്തിയായി. മലയാളത്തിന്റെ പ്രിയതാരം ഇന്നസെന്റിന്റെ ഓർമ്മകളിലാണ് നാട്. മലയാള സിനിമയിലെ ചിരിയുടെ അടയാളമായിരുന്ന ഇന്നസെന്റ് 2023 മാർച്ച് 26-നാണ് ക്യാൻസർ രോഗത്തെ തുടർന്ന് അന്തരിച്ചത്. 1972 നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി പിന്നീട് മാറി. 750ഓളം ചിത്രങ്ങളിൽ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. മാനാർ മത്തായി സ്പീക്കിംഗ്, കാബൂളിവാല, ദേവാസുരം, രാവണപ്രഭു, മണിച്ചിത്രത്താൾ, മിഥുനം, ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി, പാപ്പിയപ്പച്ച തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ഇന്നസെന്റിന്റെ വേഷപകർച്ചകളാണ്. 18 വർഷം തുടർച്ചയായി താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഇന്നസെന്റ്. അഭിനയ രംഗത്ത് സജീവമായപ്പോഴും പൊതുരംഗവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു. 2014 ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് LDF പിന്തുണയോടെ മത്സരിച്ച് പാർലമെന്റിലെത്തി. അതിജീവന പോരാളിയായ ഇന്നസെന്റ് എഴുതിയ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിലെ ഭാഗം സ്കൂൾ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
TCV ന്യൂസ് ഇരിങ്ങാലക്കുട. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടാ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലേറ്റുംകര സ്വദേശി വടക്കേടത്ത് വീട്ടിൽ രാജുവിനെയാണ് ആളൂർ SHO KV ഹരിക്കുട്ടന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂലൈ 12-നാണ് രാജുവിനെ 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. ഉത്തരവ് ലംഘിച്ച് കഴിഞ്ഞ ദിവസം ജില്ലയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിയാഴ്ച ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 10-ന് ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് പട്ടിക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന ഒല്ലൂർ മണ്ഡലം പൊതുയോഗത്തിലും വൈകിട്ട് 5-ന് ഓട്ടുപാറയിൽ നടക്കുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ പൊതുയോഗത്തിലും വൈകിട്ട് 6:30-ന് ഗുരുവായൂർ കിഴക്കേനടയിൽ നടക്കുന്ന ഗുരുവായൂർ മണ്ഡലം യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മറ്റത്തൂർ പഞ്ചായത്ത് പരിധിയിൽ അനുഭവപ്പെടുന്ന കടുത്ത കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം 3 മുറി ടൗൺ ചുറ്റി തിരികെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. CPI പ്രാദേശിക നേതാവായ ഉമ്മുക്കുൽസു അസീസ് അധ്യക്ഷത വഹിച്ചു. LDF മറ്റത്തൂർ പഞ്ചായത്ത് കൺവീനർ PK കൃഷ്ണൻകുട്ടി, CPM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK രാജൻ, മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS പ്രശാന്ത്, CPI മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റോയ് കല്ലമ്പി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CC ബിജു തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രപതി ഭവനിൽ പഞ്ചതന്ത്രം കഥ ചുമർചിത്രമായി വരച്ചതിന് ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ M നളിൻ ബാബുവിന് രാഷ്ട്രപതിയുടെ ആദരവ്. പഞ്ചതന്ത്രം കഥയിലെ മീനിന്റെയും തവളയുടെയും കഥയാണ് നളിൻ ബാബു അക്രിലിക് വർണ്ണങ്ങളിൽ വരച്ചത്. രാഷ്ട്രപതി ഭവനിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ രാഷ്ട്രപതി കാണുകയും ആദരിക്കുകയും ചെയ്തു. കേരളീയ ചുമർ ചിത്രകലയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായാണ് ഇതിനെ കാണുന്നത് എന്ന് M നളിൻ ബാബു പറഞ്ഞു. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം അവർ കേരളത്തിലെ ചുമർചിത്ര കലാകാരന്മാരെ കുറിച്ച് അന്വേഷിക്കുകയും അതിനുശേഷം അവിടെ വരയ്ക്കുന്നൊരു ചിത്രകലാരചന ക്യാമ്പിലേക്ക് എന്നെ ക്ഷണിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ ഒരു പഞ്ചതന്ത്രം കഥകളിലെ സ്റ്റോറി മുഴുവനായും ഓരോ കലാകാരന്മാർ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ട്രഡീഷണൽ ആർട്ടിസ്റ്റുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. രാജസ്ഥാൻ, അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക, ഒഡീഷ തുടങ്ങിയ ഒരുപാട് സ്റ്റേറ്റുകളിൽ നിന്നുള്ള 8ഓളം കലാകാരന്മാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അതിൽ പങ്കെടുക്കാൻ, അതുപോലെ തന്നെ പഞ്ചതന്ത്രം എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രശസ്തമായ കഥ, കുട്ടികളൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ കൂടുതൽ പഠിച്ചുകൊണ്ടിട്ടുള്ള ഒരു കഥയാണ് പഞ്ചതന്ത്രം കഥ. അതിലെ ഒരു കഥ, അതുപോലെ തന്നെ മീനും തവളയും തമ്മിലുള്ള ഒരു കഥ ചിത്രീകരിക്കാൻ എനിക്കൊരവസരം കിട്ടുകയുണ്ടായി. കൊടുങ്ങല്ലൂരിൽ കനോലി കനാലിലെ മണൽ ഖനനത്തെ തുടർന്ന് വീട് തകർന്നു. ലോകമല്ലേശ്വരം വയലാറിൽ ഒലവക്കോട്ട് മുസ്തഫ കമാലിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് തകർന്നത്. അപകട ഭീഷണിയെ തുടർന്ന് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബം വീടൊഴിഞ്ഞിരുന്നു. ദേശീയപാത നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്നും ഡ്രഡ്ജർ ഉപയോഗിച്ച് വൻതോതിൽ മണലെടുപ്പ് നടക്കുന്നുണ്ട്. വലിയ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള പ്രകമ്പനവും നീരൊഴുക്കും മൂലമാണ് വീട് പൂർണ്ണമായും വിള്ളൽ വീണ് തകർന്നത് എന്ന് വീട്ടുടമ പറഞ്ഞു. ജനപ്രതിനിധികളോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ പുഴയിൽ പലയിടങ്ങളിലായി മണലെടുപ്പ് നടന്നുവരികയാണ്. മാസങ്ങളായി തുടരുന്ന മണലെടുപ്പ് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. പ്രദേശവാസികൾ എതിർപ്പ് ശക്തമാക്കുമ്പോൾ ഇടം മാറ്റി മണലെടുപ്പ് തുടരുകയാണ്. ഇതെന്റെ മോളുടെ വീടൊക്കെയാണ്. ഞാനിതൊക്കെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് ഇവിടെ മണ്ണ് പുഴയിൽ നിന്ന് മണ്ണും ഇതൊക്കെ വെള്ളമൊക്കെ അടിച്ച് കയറ്റുന്നതിൻ്റെ ഇതിലെ ഉറവ് വന്നുകഴിഞ്ഞിട്ടാണ് ഈ വീടിന് ഈ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. 2 ഇരട്ടി മണ്ണ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരിങ്ങനെ മണ്ണ് എടുത്തു കൊണ്ടുപോയിട്ട് വിറ്റ് കാശായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉറവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇവിടെ വന്ന് മണ്ണ് കിളുത്തിട്ട് അടിത്തറ അങ്ങോട്ട് താഴോട്ട് പോയി. വയനാട് ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ ചൂലേന്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രമുഖ കുമാർ ഉദ്ഘാടനം ചെയ്തു. സുമാ ശിവൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ, സിന്ധു ജയൻ,
നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, രാധിക അനിൽകുമാർ, സിന്ധു അശോക്, ഇന്ദിര ദിവാകരൻ, ടി കെ ഗീത തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പള്ളിവേട്ട ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന പൂരം എഴുന്നള്ളിപ്പ് വേറിട്ടതായി. റോബോട്ടിക് ആനകളെ അണിനിരത്തിയാണ് എഴുന്നള്ളിപ്പ് നടന്നത്. ക്ഷേത്രം വക തേശ്ശേരി അനന്തപത്മനാഭൻ എന്ന റോബോട്ടിക് ആന ദേവന്റെ തിടമ്പേറ്റി. മേളത്തിന് ചേന്ദമംഗലം രഘുമാരാർ പ്രാമാണികത്വം വഹിച്ചു. ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് KI പുരുഷോത്തമൻ, സെക്രട്ടറി PS ജയകുമാർ, ട്രഷറർ CV രാജൻ, ദേവസ്വം സെക്രട്ടറി ശശി കോമ്പാത്ത്, NP ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്സവം വെള്ളിയാഴ്ച ആറാട്ടോടെ സമാപിക്കും. തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുമായി സഹകരിച്ച് കുന്നംകുളം ക്രിക്കറ്റ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പിന് ഏപ്രിൽ 2-ന് തുടക്കമാകും. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 10 മുതൽ 18 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ക്യാമ്പിൽ പ്രവേശനം ലഭിക്കും. സംസ്ഥാന സ്കൂൾ ക്രിക്കറ്റ് മുൻ പരിശീലകൻ AR സഞ്ജയ്യുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. മികച്ച ക്രിക്കറ്റ് താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണത്തെ ക്യാമ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് PS ഷാനു, സെക്രട്ടറി P ആനന്ദ്, ട്രഷറർ M ശശി, ചീഫ് കോച്ച് AR സഞ്ജയ് എന്നിവർ പങ്കെടുത്തു. തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ റോബോട്ടിക് ആനയെ വഴിപാടായി നടയിരുത്തി. മുംബൈ ആസ്ഥാനമായുള്ള സ്വകാര്യ സ്ഥാപനമാണ് തേശ്ശേരി അനന്തപത്മനാഭൻ എന്നു പേരുള്ള റോബോട്ടിക് ആനയെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചത്. സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി റോബോട്ടിക് ആനയുടെ അനാച്ഛാദനം നിർവഹിച്ചു. ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ഈ ആനയെ എഴുന്നള്ളിക്കുകയും ചെയ്തിരുന്നു. ആനയടഞ്ഞുള്ള അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് ഭയമില്ലാതെ പൂരമെഴുന്നള്ളിപ്പ് കാണുവാൻ അവസരമൊരുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് റോബോട്ടിക് ആനകളെ അണിനിരത്തി എഴുന്നള്ളിപ്പ് ഒരുക്കിയതെന്ന് ക്ഷേത്രസമിതി പ്രസിഡന്റ് KI പുരുഷോത്തമൻ പറഞ്ഞു. ഇതുകൊണ്ട് എന്താ, ധാരാളം സ്ത്രീകള് വളരെ പേടിയില്ലാതെ ആനയുടെ കാണാനും അത് ആസ്വദിക്കാനും മേളം ആസ്വദിക്കാനും ഒക്കെ എല്ലാം വന്നിട്ടുണ്ട്. അത് എന്തായാലും കാലക്രമേണ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെ ആകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഫൈബറിൽ നിർമ്മിച്ചിട്ടുള്ള ആനയുടെ ചെവികൾ, വാൽ, കണ്ണുകൾ, തുമ്പിക്കൈ എന്നിവ യന്ത്രസഹായത്തോടെ ചലിപ്പിക്കാൻ കഴിയുന്നവയാണ്. ചക്രങ്ങളുള്ള പ്ലാറ്റ്ഫോമിൽ ഉറപ്പിച്ചിട്ടുള്ള റോബോട്ടിക് ആനയെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനും എളുപ്പമാണ്. ആദൂർ മഹാത്മാ LP സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാവ്യസന്ധ്യ സംഘടിപ്പിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PT ഗോപി അധ്യക്ഷത വഹിച്ചു. ഗീതാ ദിവാകരൻ, സിന്ധു ഭദ്ര, ഫസീല സക്കീർ, രതി ചാലിശ്ശേരി, AP ശശി, വിഷ്ണു കിടങ്ങൂർ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ PK വിനയകുമാരൻ, PTA പ്രസിഡന്റ് വിന്യ ജയൻ, പ്രധാനാധ്യാപിക KV ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,250 രൂപ, പവന് 1,06,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഇരിഞ്ഞാലക്കുടയിലെ LDF സ്ഥാനാർത്ഥി R ബിന്ദു. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ ആത്മവിശ്വാസം നൽകുന്നുവെന്നും R ബിന്ദു. UDF-നെ കുറ്റം പറയുന്ന LDF നേതാക്കൾ സ്വന്തം മുന്നണിയിലേക്ക് തിരിഞ്ഞു നോക്കണമെന്ന UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ. കാലടി പ്ലാന്റേഷൻ അയ്യമ്പുഴ എണ്ണപ്പനത്തോട്ടത്തിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുവനം പൂരം വെള്ളിയാഴ്ച ആഘോഷിക്കും. മേളാസ്വാദകരുടെ മനം നിറയ്ക്കാൻ പെരുവനം നടയിൽ പഞ്ചമാധുര്യമൊഴുകും. നടനും സംവിധായകനുമായ EA രാജേന്ദ്രനെ കലാലോകത്തിന്റെ അന്ത്യാഞ്ജലി. വിടവാങ്ങിയത് നാടകരംഗത്തെ സജീവ പ്രവർത്തകൻ. സംസ്കാരം വെള്ളിയാഴ്ച ജന്മനാടായ തൃത്തല്ലൂരിൽ.
ചിരാച്ചിയിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച് 8 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.